കനാൻദേശം സീസൺ 2ലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഏറെ സ്നേഹത്തോടെ സ്വാഗതം. വാക്ക് വിത്ത് യുവർ ഫീറ്റ് ഓൺ എർത്ത് ബട്ട് ഇൻ യുവർ ഹാർട്ട് ബി ഇൻ ഹെവൻ. നിങ്ങളുടെ കാൽപാദങ്ങൾ കൊണ്ട് ഈ ഭൂമിയിൽ നടക്കുക, എന്നാൽ ഹൃദയം കൊണ്ട് സ്വർഗത്തിലായിരിക്കുക. വിശുദ്ധ ജോൺ ബോസ്കോയുടെ വാക്കുകളാണിവ. നമ്മളുടെ ജീവിതത്തിൽ നാം ഈ ഭൂമിയിൽ വെക്കുന്ന ഓരോ ചുവടുകളും സ്വർഗത്തിലാണ് എന്നുള്ളൊരു ബോധ്യം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും ഈശോയുടെ കൂടെ ആയിരിക്കുവാനും പാപത്തിന്റെ കളങ്കമേൽക്കാതെ ജീവിക്കുവാനും നമുക്ക് സാധിക്കും. വിശുദ്ധ ജോൺ ബോസ്കോയുടെ ഈ വാക്കുകൾ നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് കനാൻദേശം സീസൺ 2 ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങളിവിടെ ആരംഭിക്കുകയാണ്. സോ അതിനു മുൻപായി ലെറ്റ് മി വെൽക്കം അവർ ക്വിസ് മാസ്റ്റർ ഡോക്ടർ ഡൊണാൾഡ്. അറിവാണ് സമൃദ്ധി, ബൈബിളാണ് അറിവ്. കനാൻദേശം സീസൺ 2 ബൈബിൾ റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. മനസ്സിന്റെ അകത്തും പുറത്തും ദുഃഖങ്ങളും ആത്മസംഘർഷങ്ങളും ഒരു നെരിപ്പോടിൽ തീ പടരുന്നത് പോലെ പടർന്നു പിടിക്കുന്ന ഈ വർത്തമാന കാലഘട്ടത്തിൽ ഓരോ മനുഷ്യനും തിരിയുന്നത് ഒരു മരുപ്പച്ചയാണ്, ഒരു സ്നേഹത്തലോടലാണ്. അതിലേക്കാണ് കനാൻദേശം സീസൺ 2 അതിന്റെ യാത്ര തുടരുന്നത്. ഒത്തിരി സ്നേഹത്തോടെ വെൽക്കം ചെയ്യാം നമ്മുടെ ഇന്നത്തെ കണ്ടസ്റ്റന്റ് മിസ്റ്റർ ഷൈജു ഫ്രം മരത്താക്കര. തൃശൂരിനടുത്തു നിന്നും മരത്താക്കര എന്ന സ്ഥലത്തു നിന്നും വന്നിരിക്കുന്ന മിസ്റ്റർ ഷൈജു മാത്യു ആണ് ഇന്നത്തെ നമ്മുടെ കണ്ടസ്റ്റന്റ്. ഷൈജുവിനെ പരിചയപ്പെടാം, ഷൈജുവിന്റെ വിശേഷങ്ങൾ അറിയാം, ഒപ്പം മത്സരത്തിലേക്ക് കടക്കാം. വെൽക്കം ടു കനാൻദേശം സീസൺ 2 ഷൈജു. ഷൈജുവിന്റെ നാടിനെ പറ്റി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. മരത്താക്കര, ആ സ്ഥലപ്പേര് ഞാൻ ആദ്യം കേൾക്കുകയാണ്. തൃശൂരിനടുത്ത് എവിടെയായിട്ട് വരിക? ജെറുസലേം റിട്രീറ്റ് സെന്ററിനടുത്തുള്ള ബൈപ്പാസിനടുത്ത് തന്നെയുള്ളൊരു സ്ഥലമാണ് മരത്താക്കര. തൃശ്ശൂരിന് ഏകദേശം ഒരു 8 കിലോമീറ്റർ ആണ് ദൂരമുള്ളത്. ഒല്ലൂര് മാലാഖയുടെ പള്ളിയൊക്കെ അതിന് തൊട്ടടുത്താണുള്ളത്. പ്രസിദ്ധമായ മാലാഖയുടെ പള്ളിയും തിരുനാളും നടക്കുന്ന സ്ഥലം മരത്താക്കര. നിങ്ങളുടെ ഇടവകയുടെ പേര് അതാണ്? മരത്താക്കര ഇടവകയാണ്. ആരാണ് അവിടുത്തെ അച്ഛൻ? ബഹുമാനോടെ ജോസഫ് അന്തിക്കാട്ടത്തിനാണ്. ജോസഫ് അന്തിക്കാട്ട്. പറയൂ നാട്ടിലെ വിശേഷങ്ങൾ, അവിടെ തുടങ്ങാം നമുക്ക്. എന്ത് ചെയ്യുന്നു ഷൈജു? ഞാനൊരു സ്വർണ്ണപ്പണിക്കാരനാണ്. സ്വർണം പണിയുന്നു, കടകളിലെ പണിത് ഐറ്റം കൊടുക്കുകയാണ് എന്റെ ജോലി. ഓക്കെ. അപ്പം ഞാന് ജീസസ് യൂത്ത് എന്ന് പറയുന്ന ഒരു മുന്നേറ്റത്തില് അത്യാവശ്യം ആത്മീയമായ ശുശ്രൂഷകളൊക്കെ ചെയ്യാനും സഹായിക്കാനൊക്കെ പോകാറുണ്ട്. ഈ പണിയുന്നതൊക്കെ വീട്ടിലിരുന്ന് തന്നെയാണോ? വീട്ടിലിരുന്ന് ചെയ്തിട്ട്? വീട്ടിൽ പണിയുന്നു, കടകളിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ചെയ്യുന്നത്. വലിയ വലിയ കടകളാണോ നമ്മുടെ? അല്ലല്ല, ഞാൻ കടകളിൽ നേരിട്ട് കൊടുക്കുന്നില്ല. ഹോൾസെയിൽ ആയിട്ടുള്ള സ്ഥലത്താണ് ഐറ്റം കൊടുക്കുന്നത്. അവര് കടകളിൽ സപ്ലൈ ചെയ്യും. ഓക്കെ, അങ്ങനെയാണ്. അപ്പം ഷൈജുവിന്റെ വീട്, കുടുംബം, അതിലേക്കൊക്കെ വരാം. വീട്ടില് എനിക്ക് ഇപ്പോഴുള്ള അമ്മച്ചിയുണ്ട്, ഭാര്യ, 4 മക്കളുണ്ട്. അപ്പം ഭാര്യ 5ാമത്തെ പ്രഗ്നന്റ് ആണ്. ഒരു 5ാമത്തെ ഉണ്ണിയെ ഞങ്ങൾ കാത്തിരിക്കുന്നു. കുടുംബം എല്ലാവരും എത്തിയിട്ടുണ്ട്? എല്ലാവരും വന്നിട്ടുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. തീർച്ചയായും. അതിനു മുമ്പ് നമുക്ക് മത്സരത്തിലേക്ക് കടക്കാം. ആയിക്കോട്ടെ. റെഡിയല്ലേ? ഓക്കെ, താങ്ക് യു. കനാൻദേശം സീസൺ 2 ദ വെരി ഫസ്റ്റ് റൗണ്ട്, സിൽവർ റൗണ്ട്. കനാൻദേശം കാണാറുണ്ട് എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും കാണാറുണ്ട്. അപ്പോൾ ഈ റൗണ്ടിനെ പറ്റി കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, അതിന്റെ നിയമാവലികൾ അറിയാമായിരിക്കും. ഓക്കെ, പോകാം. കനാൻദേശം സീസൺ 2 ബൈബിൾ റിയാലിറ്റി ഷോയിൽ സിൽവർ റൗണ്ടിൽ ഷൈജു മാത്യുവിനുള്ള ആദ്യത്തെ ചോദ്യം. ഹെറോദേസിന്റെ കാര്യസ്ഥനായ കൂസായുടെ ഭാര്യ യേശുവിനെ അനുഗമിച്ചിരുന്നു. അവളുടെ പേരെന്ത്? ഒന്നുകൂടെ വായിക്കാം. ഹെറോദേസിന്റെ കാര്യസ്ഥനായ കൂസായുടെ ഭാര്യ യേശുവിനെ അനുഗമിച്ചിരുന്നു. അവളുടെ പേരെന്ത്?
ഓപ്ഷൻ എ സൂസന്ന, ഓപ്ഷൻ ബി സലോമി, ഓപ്ഷൻ സി മിഖാൽ ആൻഡ് ഓപ്ഷൻ ഡി യോവന്ന. നാല് ഓപ്ഷൻസ് ഉണ്ട്. കൂസായുടെ ഭാര്യ ആരായിരിക്കും? ഓപ്ഷൻ എ സൂസന്ന. ഉറപ്പാണോ? ആണെങ്കിൽ ലോക്ക് ചെയ്യാം. വേറെ ഏതെങ്കിലും ഓപ്ഷൻസ് മനസ്സിൽ വരുന്നു? ഇല്ല. ഓപ്ഷൻ എ ലോക്ക് ചെയ്യട്ടെ? ഓക്കെ. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ എ സൂസന്ന. അത് തന്നെയാണ്. നമുക്കൊരു ഗെയിമിന് വേണ്ടി വേറെ ഒന്ന് ഗസ് ചെയ്യാം. ഓൾറെഡി ഇത് ലോക്ക് ചെയ്തു. ഇതാണ് ഫൈനൽ ആൻസർ പറഞ്ഞിരിക്കുന്നത്. ബട്ട് വേറെ ഏതെങ്കിലും ഒരു ജസ്റ്റ് ഫോർ ദ ഗെയിം ഏതെങ്കിലും ഒന്ന് ഗസ് ചെയ്യും. മിഖാൽ ഓപ്ഷൻ സി. എനിക്കോ നമുക്ക് ചോദിക്കാം കമ്പ്യൂട്ടറിനോട്. കമ്പ്യൂട്ടർ പ്ലീസ്. ഓപ്ഷൻ എ സൂസന്ന റോങ് ആൻസർ. പിന്നെ നമുക്കറിയേണ്ടത് മിഖാൽ ആണോ എന്നാണ്. ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. ഓപ്ഷൻ ഡി യോവന്ന ഇസ് ദ റൈറ്റ് ആൻസർ. സോ ഒരു വൈറ്റ് ഗസും തെറ്റിപ്പോയി. ഫസ്റ്റ് ചോദ്യം കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് വളരെ കൗതുകകരമായ ഒരു കാര്യം കുടുംബത്തെപ്പറ്റി പറഞ്ഞപ്പോൾ, ഇന്നത്തെ കാലഘട്ടത്തിൽ 4 മക്കൾ, അടുത്ത ഒരാൾ ജനിക്കാൻ പോകുന്നു. വളരെ സന്തോഷം തോന്നുന്ന ഒരു ഫാമിലി. അപ്പോൾ നമുക്ക് ഷൈജുവിന്റെ ഫാമിലിയെ പരിചയപ്പെടാം. മക്കളിൽ മൂത്തയാളിൽ നിന്ന് തന്നെ നമുക്ക് വരാം. ഓക്കെ, പറയും മോനെ. എന്റെ പേര് സാവിയോ ഷൈജു. ഞാൻ 6ൽ പഠിക്കുന്നു. 6ാം ക്ലാസ്സിൽ. ഏത് സ്കൂളിലാണ് മോനെ? ഡോൺ ബോസ്കോ. മണ്ണൂത്തി. ഓക്കെ. അടുത്തയാളാരാണ്? എന്റെ പേര് സാൻജോ. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സാൻജോ 4ാം ക്ലാസ്സിൽ. സെയിം സ്കൂൾ അല്ലേ? ഓക്കെ സാൻജോ. അടുത്തയാള്? എന്റെ പേര് ജോവാക്കീം. ജോവാൻ. ഉറക്കെ പറയൂ. ജോവാക്കീം ഷൈജു. യോവാക്കീം. ഓക്കെ. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? 1ല്. ഓക്കെ. ഇനി ആരാണ് നിങ്ങളുടെ വീട്ടിലെ ഏറ്റവും കൊച്ചു കാന്താരി? ആ, പേര് പറയൂ. ഉറക്കെ പറയൂ. ജോ അന്ന. ഓക്കെ. ജോ അന്ന ഒരു പാട്ട് പാടാനാണോ ഇവിടെ വന്നിരിക്കുന്നത്? പാട്ടറിയാവോ? ഒരു പാട്ട് പാടാവോ? ഉറക്കെ പാടണം. മൈക്ക് അടുത്ത്. കുഞ്ഞുങ്ങളെ പാട്ടുന്ന പാലകന മുന്നീശോ ജെറുസലേമിൽ പാടിയിറക്കിടുവാൻ കന്യകയാ മരിയമ്മ ഉണ്ട് ജെറുസലേമിൽ. കന്യകയാ യമ്മ ഉണ്ട് ജെറുസലേമിൽ. സൂപ്പർ, വെരി ഗുഡ്. ഇനിയും നമുക്ക് കുടുംബത്തിൽ ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് വരാം. അതിനു മുമ്പ് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയിട്ട് വന്നാലോ? റെഡിയല്ലേ? അവര് പാട്ട് പാടുമ്പോൾ ഇവിടെ ഒരാൾ ഇങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പോകാം അടുത്ത ചോദ്യത്തിലേക്ക്. തീർച്ചയായും. കാനാൻ ദേശം സീസൺ 2 സിൽവർ റൗണ്ടിൽ ഷൈജു മാത്യുവിനുള്ള 2ാമത്തെ ചോദ്യം. എന്റെ ആത്മാവേ, നീ എന്തിന് വിഷാദിക്കുന്നു? നീ എന്തിന് നെടുവീർപ്പിടുന്നു? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ഇത് ആരുടെ സങ്കീർത്തനമാണ്? എന്റെ ആത്മാവേ, നീ എന്തിന് വിഷാദിക്കുന്നു? നീ എന്തിന് നെടുവീർപ്പിടുന്നു? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ഇത് ആരുടെ സങ്കീർത്തനമാണ്? ഓപ്ഷൻ എ ദാവീദിന്റെ, ഓപ്ഷൻ ബി സോളമന്റെ, ഓപ്ഷൻ സി കോറഹിന്റെ പുത്രന്മാരുടെ, ഓപ്ഷൻ ഡി മോശയുടെ. ആരുടെ സങ്കീർത്തനമാണ്? ഓപ്ഷൻ എ ദാവീദിന്റെ. എന്റെ ആത്മാവെ, നീ എന്തിന് വിഷാദിക്കുന്നു? നീ എന്തിന് നെടുവീർപ്പെടുന്നു? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ദാവീദിന്റെ സങ്കീർത്തനമാണ്.
ഏതാ ഞാൻ ലോക്ക് ചെയ്യേണ്ടത്? ആലോചിച്ചു. എനി അതർ ഓപ്ഷൻ? പറഞ്ഞോ. സമയം തീരാറാവുന്നു. ദാവീദിന്റെ ഓപ്ഷൻ എ. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ എ, ദാവീദിന്റെ. നോക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. ഓപ്ഷൻ എ, ദാവീദിന്റെ റോങ് ആൻസർ. വേറെ ഏതെങ്കിലും മനസ്സിൽ വന്നിരുന്നോ? സോളമന്റെ ആയിരുന്നു. സോളമന്റെ. സോ അതാണ് അടുത്ത ഗസ്. ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. കോറഹിന്റെ പുത്രന്മാരുടെ, അവരുടെ സങ്കീർത്തനമാണ്. എനിഹൗ 2 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ മോളുടെ പേരെന്തായിരുന്നു? ജോ അന്നയുടെ വളരെ മനോഹരമായ ഒരു ഗാനം. അവളുടെ ആ ഇന്നസെൻസ് അല്ലെ, ഈ കുട്ടികളുടെ ഈ ഇന്നസെൻസ് കാണുക എന്ന് പറയുന്നത്, അവർ വളർന്നു പോകുമ്പോൾ നമുക്കറിയാതെ ഒരു ചെറിയ ദുഃഖമാണ്. ആ ഒരു ഏറ്റവും ക്യൂട്ടായിട്ടുള്ള ഒരു പ്രായം. വളരെ കോൺഫിഡന്റ് ആയിട്ട് അവൾ പാടുകയാണ്. എന്റെ പാട്ടാണ് ഈ ലോകത്തെ ഏറ്റവും നല്ല പാട്ടെന്നുള്ള ഒരു കോൺഫിഡൻസിൽ. വളരെയധികം സന്തോഷം തോന്നുന്നു നിങ്ങളുടെ ഫാമിലി കാണുമ്പോൾ. നമുക്ക് ബാക്കി വന്നിരിക്കുന്ന അവരെ കൂടെ പരിചയപ്പെടാം. മേരി അമ്മയാണ്. ഓക്കെ. അമ്മ എന്ത് ചെയ്യുന്നു ഇപ്പോ? ഹൗസ് വൈഫാണ്. നേരത്തെ ജോലി ചെയ്തിരുന്നു എന്തെങ്കിലും? വീട്ടിലെ ജോലികൾ തന്നെ. എത്ര മക്കളാണ്? മക്കള് 4 മക്കളുണ്ടായിരുന്നു. ഒരാളും മരിച്ചു. ഇപ്പൊ 3 പേരുണ്ട്. 3 പേരുണ്ട്. 2 പെൺമക്കളും താഴെയുള്ള മകൻ. ഏറ്റവും ഇളയ മകനാണ്. ഓക്കെ. അമ്മയ്ക്ക് സന്തോഷം തോന്നുന്നുണ്ടോ ഇവിടെ വന്നിരിക്കുമ്പോ? സന്തോഷം തോന്നുന്നുണ്ട്. ആള് ബൈബിള് ജീസസ് യൂത്തൊക്കെ ആയി നടക്കുന്നതാ. എങ്ങനെ? ജീസസ് യൂത്തിലേക്ക് പ്രവർത്തനം ഉണ്ട്. അമ്മയുടെ സപ്പോർട്ട് ഉണ്ട് അതില്. ഷൈജു ഇവിടെ വന്നിരിക്കുന്നതില് സന്തോഷം. ആരാണ് അടുത്തത്? എന്റെ പേര് മേരി. ഷൈജുവിന്റെ ഭാര്യയുടെ അമ്മയാണ്. ആഹാ. ഓക്കെ. ഭാര്യയുടെ അമ്മയാണ്. എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫ് തന്നെ. റിട്ടയർഡ് ടീച്ചറാണ്. ആ. എവിടെയായിരുന്നു? പാവത്തിയിലാണ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അവിടുന്ന് റിട്ടയറായി. ഓക്കെ. ഇനി ഷൈജുവിന്റെ പ്രിയ പത്നി. എന്റെ പേര് ജെറീന, ഹൗസ് വൈഫാണ്. ഓക്കെ. അടുത്ത കുഞ്ഞിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അല്ലേ? കൊന്തയും പിടിച്ച് വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു ഭാഗമാണ്, ഒരു രംഗമാണിത്. ആക്ച്വലി എനിക്ക് അവളുടെ കൂടുതൽ പാട്ടുകൾ കേൾക്കണമെന്നുണ്ട്. എന്താണ് ബാക്കിയുള്ള കുട്ടികളൊക്കെ, അവരൊക്കെ പാടുമോ എന്തെങ്കിലും ആക്ടിവിറ്റീസ്? ഒരു പാട്ടൊക്കെ പാടും. നിങ്ങളുടെ കുടുംബത്തിലെ അന്തരീക്ഷം എങ്ങനെയാണ്? വൈകുന്നേരം നല്ല ബഹളമാണോ? നല്ല നേരം പോക്കാ. ഇവര് തമ്മിൽ അടിയുണ്ടോ? തീർച്ചയായും ഇടയ്ക്കൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഉണ്ട്. അടുത്തടുത്ത പ്രായക്കാർ തമ്മിൽ അങ്ങനെയല്ല, അവരങ്ങോട്ടൊക്കെ തല്ലുകൂടും. ഓക്കെ. നിങ്ങൾ എൻജോയ് ചെയ്യുന്നോ അത്? സന്തോഷമാണ്. ഇടയ്ക്കൊക്കെ ദേഷ്യം വരും. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കാനാൻ ദേശം സീസൺ 2 സിൽവർ റൗണ്ടിൽ ഷൈജു മാത്യുവിനുള്ള 3ാമത്തെ ചോദ്യം. നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ആരോടാണ് യേശു ഇങ്ങനെ പറഞ്ഞത്? നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ആരോടാണ് യേശു ഇങ്ങനെ പറഞ്ഞത്? ഓപ്ഷൻ എ പത്രോസിനോട്, ഓപ്ഷൻ ബി പീലാത്തോസിനോട്, ഓപ്ഷൻ സി തോമസിനോട്, ഓപ്ഷൻ ഡി നിക്കോദേമോസിനോട്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ സി തോമസിനോട്. ഓപ്ഷൻ സി തോമസിനോട്. കോൺഫിഡന്റ് ആണ്? ലോക്ക് ചെയ്യട്ടെ? ഓക്കെ. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ സി തോമസിനോട്. കഴിഞ്ഞ തവണയും കോൺഫിഡന്റ് ആയിട്ടായിരുന്നു, പക്ഷെ ആൻസർ വന്നപ്പോൾ തെറ്റി. നോക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. തോമസിനോട് ഓപ്ഷൻ സി റൈറ്റ് ആൻസർ. എന്തിനാണെന്നറിയില്ല, എല്ലാവരും കൈയടിച്ചു, ഞാനും കൈയടിച്ചു. അവിടെ ഒരാൾ നടുക്ക്. അപ്പോൾ പിള്ളേർ വളരെ സന്തോഷത്തിലാണ്. 3 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ജോലി സംബന്ധമായിട്ട് ദൂരയാത്രകളോ അങ്ങനെയൊക്കെ ഉണ്ടോ?
ഇപ്പൊ യാത്രകളൊന്നും അധികമില്ല. അടുത്ത് തന്നെയുള്ള സ്ഥലങ്ങളിലാണ് ഞാൻ കൊടുക്കുന്നത്. ആദ്യമൊക്കെ യാത്ര ഉണ്ടായിരുന്നു. കൊല്ലം, അങ്ങനെ എറണാകുളത്തൊക്കെ ഐറ്റം കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോ യാത്ര തൃശ്ശൂർ ടൗണിന് ചുറ്റുപറ്റിയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് കൊടുക്കുന്നത്. കൂടുതൽ നേരം കുട്ടികളുടെ അടുത്തിരിക്കാനുള്ള അല്ലേ ഉണ്ടാവും. എന്താണ് ചർച്ചിലുള്ള ആക്ടിവിറ്റീസ്? യൂത്ത്, ജീസസ് യൂത്തിന്റെ കാര്യം അമ്മ പറഞ്ഞു. അതിൽ വളരെ ആക്റ്റീവാണോ? എന്താണ്? അതിൽ ആക്റ്റീവാണ്. ഞാന് എനിക്ക് ഒരു ബ്രദർ ഉണ്ടായിരുന്നു. ബ്രദർ ഒരു ആക്സിഡന്റിലാണ് മരിക്കുന്നത്. 98 മരിക്കുന്നത്. അപ്പോ ചേട്ടന്റെ മരണശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വളരാൻ എനിക്ക് സാധിച്ചത്. വളരെ ഞെരുക്കിയ ഒരു കാലഘട്ടമായിരുന്നു. പക്ഷെ ആ കാലഘട്ടങ്ങളിൽ ദൈവം വഴി നടത്തുവാൻ ജീസസ് യൂത്തിലൂടെ എന്നെ കുറെ സഹായിച്ചിരുന്നു. കുറെ നല്ല ചേട്ടന്മാരും ജീസസ് പ്രൈ ഗ്രൂപ്പും ആ കാലഘട്ടങ്ങളിൽ വൈദികരൊക്കെ ഏറെ സഹായിച്ച ഒരു സമയമായിരുന്നു. തീർത്തും ഞങ്ങളുടെ ജീവിതം വളരെ കഷ്ടപ്പാടിലൂടെ കടന്നു വന്ന് അല്പം മെച്ചപ്പെട്ടു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ചേട്ടൻ മരിക്കുന്നത്. ഒരു വലിയൊരു ആക്സിഡന്റ് ആയിരുന്നു. 4 പേര് അന്ന് മരിച്ചു. അത് എല്ലാവർക്കും ഭയങ്കര ഫീലിംഗ് ആയിരുന്നു. വീട്ടിലെ അപ്പനും അമ്മയ്ക്കും. ഞാനപ്പോ ആ സമയത്ത് ബോംബെയിൽ വർക്ക് ചെയ്യായിരുന്നു. പിന്നെ ഞാൻ നാട്ടിൽ വന്നു. അപ്പൊ ഞാന് തൃശ്ശൂര് പോളിയില് ഡിപ്ലോമ കഴിഞ്ഞ് അവിടെ വർക്ക് ചെയ്യായിരുന്നു ആ സമയത്ത്. പിന്നെ നാട്ടിൽ വന്നപ്പോൾ പിന്നെ വീട്ടിലെ അപ്പനമ്മയും തന്നെയായതുകൊണ്ട് ചേട്ടന്റെ ജോലി സ്വർണ്ണപ്പണിയായിരുന്നു. അങ്ങനെ ഞാൻ സ്വർണ്ണപ്പണി കണ്ടിന്യൂ ചെയ്തു. അങ്ങനെയാണ് ഞാൻ അതിലേക്ക് വന്നത്. ഞാൻ ശരിക്കും ഒരു ഡിപ്ലോമ ഹോൾഡറാണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ് 95. അതിനുശേഷം വർക്ക് ചെയ്തു. പിന്നെയാണ് ചേട്ടന്റെ മരണവും തുടർന്നുള്ള സംഭവങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഒത്തിരി ഞെരുക്കപ്പെടുന്ന ഒരു കാലഘട്ടം അതെല്ലാ മനുഷ്യന്റെ ജീവിതത്തിലും ഉണ്ടല്ലേ? ഓ, തീർച്ചയായിട്ടും. എല്ലാ മനുഷ്യന്റെ ജീവിതത്തിലും നമുക്കൊരു പ്രായമാകുമ്പോൾ നമുക്ക് തോന്നുന്ന ചില കാഴ്ചപ്പാടുകൾ, അതായത് എല്ലാ മനുഷ്യന്റെ ജീവിതത്തിലും ഉണ്ടാകുന്ന ഒന്ന് എന്ന് പറഞ്ഞാൽ അനിവാര്യമായ ആ മരുഭൂമി കടന്നെങ്കിൽ മാത്രമേ കാനാൻ ദേശത്തേക്ക് സന്തോഷത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അതില് ചെറിയ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം നമ്മുടെ സഹനങ്ങളിലും ദുഃഖങ്ങളിലും ഒക്കെ. പക്ഷെ എല്ലാ മനുഷ്യനും ഇത് അനുഭവിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്, അല്ലെ? നമ്മൾ ആരെ നോക്കിയാലും, ആര് വന്ന് ഈ സീറ്റിലിരുന്നാലും എല്ലാവർക്കും പറയാനുള്ളതിൽ അവരുടെ ഈ വിഷമതകൾ, ഈ കഷ്ടപ്പാടുകൾ. പക്ഷെ അതിനെ എങ്ങനെ അവർ കാണുന്നു? ചിലരത് ദർശനങ്ങളായിട്ട് കാണുന്നു, ചിലരതിനെ കണ്ട് നിരാശരായി മാറുന്നു. അങ്ങനെയുള്ള 2 വിഭാഗങ്ങളെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഷൈജു ഒക്കെ അതിനെ പോസിറ്റീവായിട്ട് എടുത്ത ആളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴും അതിൽ നിന്നും കരകയറി, അല്ലെ? വളരെയധികം സന്തോഷമുണ്ട്. ഞാന് അങ്ങനെ ആ ഒരു അനുഭവത്തിലൂടെ കടന്നു പോയതുകൊണ്ടാണ് ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് വളരാൻ സാധിച്ചത്. അല്ലെങ്കിൽ തീർത്തും മറ്റൊരു അവസ്ഥയോടെ പോകേണ്ടവനായിരുന്നു. പക്ഷെ ആ അപകടവും അതിനുശേഷം ജീവിതത്തിലുണ്ടായ മാറ്റവും ദൈവത്തെ ആശ്രയിക്കാനുള്ളൊരു പരിശീലനം എനിക്ക് ലഭിച്ചു ജീസസ് യൂത്തിലൂടെ. കറക്റ്റ് സമയത്തായിരുന്നു അതിലേക്കുള്ള എൻട്രി, അല്ലെ? തീർച്ചയായും. അതാണ് ആ കാഴ്ച. അതാണ് ഞാൻ പറഞ്ഞത്, ആ ദർശനം. അതായത് ചില ജീവിത സാഹചര്യങ്ങൾ വന്ന് വീർപ്പുമുട്ടി നിൽക്കുന്ന സമയത്ത്, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈശോയുടെ കുരിശിന് ചുറ്റും 2 സൈഡിലും ഒരേ വിധിക്ക് വിധിക്കപ്പെട്ട 2 പേർ. ഒരാൾ പറയുന്നു, എന്നെയും രക്ഷിക്ക്, നീയും രക്ഷപ്പെട്. അവൻ കാണുന്നത് വീണ്ടും അവന് ഇനി ജീവിക്കാൻ പറ്റുന്ന ഒരു 60 വർഷത്തെ ജീവിതം മാത്രമേ അവൻ കാണുന്നുള്ളൂ. പക്ഷെ മറിച്ച് മറ്റേ കുരിശിൽ അദ്ദേഹം പറയാണ്, എന്നെയും കൂടെ നിന്റെ രാജ്യത്തിൽ ചേർക്കണമെന്ന്. അതാണ് ദർശനം. ആ ദർശനത്തിൽ ഒരു നിമിഷം കൊണ്ട് ഇപ്പോൾ എത്ര പെട്ടെന്നാണ് ആ 2 കാഴ്ചപ്പാടുകളുടെ വ്യത്യാസം. ഒരേ സിറ്റുവേഷനെ 2 പേരും നോക്കിക്കണ്ടതിന്റെ വ്യത്യാസം. അതാണ് ജീവിതത്തിൽ ഞാൻ പറഞ്ഞത്, ഈ മരുഭൂമികൾ വരുമ്പോൾ നമ്മളുടെ കാഴ്ചപ്പാടുകളും ദർശനങ്ങളും കൊണ്ടാണ് നമ്മളൊക്കെ പിടിച്ചു നിൽക്കുന്നത്. നിരാശരായി പോകാതെ ഇത് എന്റെ ജീവിതത്തിൽ വരേണ്ട മരുഭൂമിയാണ്, ഞാൻ കടന്നു പോകേണ്ടതാണെന്ന് ക്ഷമയോടെ കാത്തിരിക്കാൻ പറ്റുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കാനാൻ ദേശം നമ്മളെ നോക്കിയിരിപ്പുണ്ടാവും, അല്ലെ? അതിലേക്ക് വീണ്ടും വീണ്ടും ഈ കൊച്ചു കുടുംബം എന്ന് പറയുമ്പോൾ അത് വളരെ സ്വരുമയുള്ള ഈ കുഞ്ഞുകുട്ടികളുടെ മുഖത്ത് നോക്കി വീണ്ടും വീണ്ടും അനുഗ്രഹങ്ങൾ തേടി വരട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. റെഡിയല്ലേ? ഓക്കെ. കാനാൻ ദേശം സീസൺ 2 സിൽവർ റൗണ്ടിൽ ഷൈജു മാത്യുവിനുള്ള 4ാമത്തെ ചോദ്യം. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ആരുടെ ലേഖനത്തിലാണ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ആരുടെ ലേഖനത്തിലാണ്
ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ പത്രോസിന്റെ, ഓപ്ഷൻ ബി പൗലോസിന്റെ, ഓപ്ഷൻ സി യാക്കോബിന്റെ ആൻഡ് ഓപ്ഷൻ ഡി യോഹന്നാന്റെ. ഓപ്ഷൻ എ പത്രോസിന്റെ. ഓപ്ഷൻ എ പത്രോസിന്റെ. ലോക്ക് ചെയ്യാമോ? ഉറപ്പാണ്? ഉറപ്പാണ്. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ എ പത്രോസിന്റെ. ഇതില് ഷൈജുവിന്റെ മുഖത്തൊരു കോൺഫിഡൻസ് ഉണ്ട്, ഡൗട്ടില്ല. ചോദിക്കട്ടെ? ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. ഓപ്ഷൻ എ പത്രോസിന്റെ റൈറ്റ് ആൻസർ. സിൽവർ റൗണ്ടിൽ 4 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ഷൈജു മാത്യുവിന്റെ സ്കോർ അറിയാം പോയിന്റ് ബാങ്കിൽ. ഷാലറ്റിനോട് ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്. ഖനാൻദേശം സീസൺ 2 സിൽവർ റൗണ്ടിൽ ഷൈജു മാത്യുവിനുള്ള പോയിന്റ്സ്. ഫോർ ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോ പോയിന്റ്സ് ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യനും നോ പോയിന്റ്സ്. സോ മത്സരത്തിന്റെ നിയമപ്രകാരം അടുത്തടുത്ത 2 ആൻസേഴ്സ് തെറ്റിപ്പോവുകയാണെങ്കിൽ 10 പോയിന്റ്സ് മൈനസ് ആവുന്നതാണ്. സോ 10 പോയിന്റ്സ് മൈനസ്. ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ 10 പോയിന്റ്സ്. And fourth question, that is the silver questionum, again 10 points. So silver roundil ഷൈജു മാത്യുവിന് ലഭിക്കുന്ന total points 10 points. സിൽവർ റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകാം. റെഡിയല്ലേ? കനാൻദേശം സീസൺ 2 ബൈബിൾ റിയാലിറ്റി ഷോയിൽ സെക്കൻഡ് റൗണ്ട്, ദ ഗോൾഡൻ റൗണ്ട്. ഷൈജു, ഗോൾഡൻ റൗണ്ടിലും 4 ചോദ്യങ്ങളാണ്. ഇവിടെ ഓപ്ഷൻസ് ഉണ്ടാവില്ല, മറിച്ച് മുമ്പിലിരിക്കുന്ന ബൈബിളിൽ നോക്കി ആൻസർ ചെയ്യാനുള്ള അവസരമുണ്ട്. അങ്ങനെ ആൻസർ ചെയ്യുകയാണെങ്കിൽ 10 പോയിന്റ്സിന് പകരം 5 പോയിന്റ്സ് ആണ് ലഭിക്കുക. 4 ചോദ്യങ്ങൾക്കും കറക്റ്റ് ആൻസർ ചെയ്യുകയാണെങ്കിൽ ഇവിടെയും 10 പോയിന്റ്സ് ബോണസ് ലഭിക്കും. ടോട്ടൽ 50 പോയിന്റ്സ് സ്കോർ ചെയ്യാം. റെഡിയല്ലേ? റെഡി. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. കനാൻദേശം സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ ഷൈജു മാത്യുവിനുള്ള ആദ്യത്തെ ചോദ്യം. യേശു അത്തിവൃക്ഷത്തെ ശപിച്ചത് എവിടെ നിന്ന് വരുമ്പോഴാണെന്നാണ് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നത്. യേശു അത്തിവൃക്ഷത്തെ ശപിച്ചത് എവിടെ നിന്ന് വരുമ്പോഴാണെന്നാണ് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നത്. ബൈബിളിൽ നോക്കാം. പോകാം. എത്താൻ യേശു അത്തിവൃക്ഷത്തെ ശപിച്ചത് എവിടെ നിന്ന് വരുമ്പോൾ? ബഥാനിയായിൽ നിന്ന് വരുമ്പോൾ. ബഥാനിയായിൽ നിന്ന്. ശ്രദ്ധിക്കട്ടെ? കമ്പ്യൂട്ടർ പ്ലീസ്. ബഥാനിയായിൽ നിന്ന് റൈറ്റ് ആൻസർ. മർക്കോസ് 11, 12 മുതൽ 14 വരെയുള്ള വാക്യം. ഓക്കെ. ഗോൾഡൻ റൗണ്ടിൽ ആദ്യത്തെ ചോദ്യം കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് വീട്ടിലെ, തീർച്ചയായിട്ടും ഷൈജുവിന്റെ വീട്ടിലെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയാണെന്ന് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. അതുപോലെ പ്രേക്ഷകർക്കും താല്പര്യമുണ്ടാവും. എങ്ങനെയാണ് നിങ്ങളുടെ സന്ധ്യാപ്രാർത്ഥന? പറയാമോ? രാത്രി 8 മണിക്കാണ് ഞങ്ങൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാറ്. ഞങ്ങളെല്ലാവരും ഉണ്ടാവും. ജപമാല ചൊല്ലും ആദ്യം. പിന്നെ പ്രാർത്ഥനയ്ക്ക് ശേഷം കുറച്ചുനേരം നന്നായി സ്തുതിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഓക്കെ. പിന്നെ ബൈബിൾ വായിക്കാൻ ഓരോരുത്തരും മാറി മാറി ഫ്രണ്ടിൽ വന്ന് വായിക്കും. പള്ളിയിൽ കുർബാനയ്ക്ക് കൂടുമ്പോൾ വായിക്കുന്നത് പോലെ തന്നെ വായിച്ച് അങ്ങനെയാണ് അവർ വായിക്കാറ്. ഓക്കെ. പിന്നെ അവരോട് ഓരോരുത്തരോട് ഓരോ ദിവസം ഓരോ വചനം പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഓരോരുത്തർ മാറി മാറി ഓരോ വചനം പഠിച്ച് പറയാറുണ്ട്. എല്ലാ ദിവസവും പറയാനില്ലെങ്കിലും ഓരോ ദിവസങ്ങളിലും മാറി മാറി ഓരോരുത്തർ വന്ന് വചനം പറയും. എല്ലാവരും വചനം പറയാറുണ്ടോ? ഓ, നമ്മുടെ കുഞ്ഞിക്കൂടൊക്കെ പറയാറുണ്ടോ? തീർച്ചയായിട്ടും അവള് പറയും. വചനം പറയും. നമുക്ക് നോക്കിയാലോ? നോക്കാം. മോളു, ആ മൈക്കിലൊരു വചനം പറയാമോ? നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ.
അമ്മയെ പോലെ ഞാൻ നിന്നെ ആശ്രയിക്കാം. ഞാൻ നിങ്ങളെ എന്നതായി ഇടുകയില്ല. പറഞ്ഞേ മോള് പറഞ്ഞേ. നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്. കുഞ്ഞുങ്ങളെ പോലെ ഉള്ളവരക്കാണ് സ്വർഗരാജ്യം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിങ്ങൾ പരസ്പരം സ്നേഹിച്ചുവീൻ. സൂപ്പർ. ഇതൊരു നിസ്സാര കാര്യമല്ല. അവക്ക് എത്ര വയസ്സുണ്ട്? 3.5 വയസ്സ്. 3.5 വയസ്സ്. എങ്ങനെയാണ് അവളത് പഠിച്ചെടുക്കുക? അവക്ക് വായിക്കാൻ അറിയാമോ? വായിക്കറിയില്ല. ആരാണ് അവള് ജെറുസലേമില് ബൈബിൾ ഗ്രാമത്തിൽ പഠിക്കാൻ പോകുന്നുണ്ട്. അവിടെ 3 വയസ്സുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു അംഗൻവാടിക്ക് പകരമായി ഒരു ബൈബിൾ സ്റ്റഡിയും കളികളൊക്കെ ആയിട്ട് അവിടെ പഠിപ്പിക്കും. 3 വയസ്സുള്ള കുട്ടികൾക്ക് മാത്രമായിട്ട്. തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലാണ് ക്ലാസ്. 4 മക്കളും പോയിട്ടുണ്ട്. പൊന്നൂസ് ഈ വർഷം പോകുന്നു. ഓക്കെ, പൊന്നൂസാണ് വിളിക്കാറ്. ഓക്കെ, അപ്പൊ അവിടുത്തെ ടീച്ചേഴ്സിനാണ് എന്റെ ക്രെഡിറ്റ് ആക്ച്വലി. തീർച്ചയായിട്ടും അല്ലേ. അവര് കുറെ വചനങ്ങൾ പറയും. ഒരു 60-70 വചനങ്ങൾ പഠിപ്പിക്കും ഒരു വർഷത്തിനുള്ളില്. കുറെ പാട്ട് പഠിപ്പിക്കും, ഡാൻസ് ഒക്കെ ചെയ്യും അവര്. ഇപ്പോൾ വൈഫ് എത്ര മാസമാണ് ഇപ്പോൾ? 7 മാസം. ഇവര് പ്രാർത്ഥിക്കുമ്പോഴും പാടുമ്പോഴും ഒക്കെ അടുത്തയാള് റെസ്പോണ്ട് ചെയ്യാറുണ്ടോ? ഉണ്ട്. തീർച്ചയായിട്ടും അതൊരു വലിയ അനുഗ്രഹമാണല്ലേ. അതായത് പാട്ട് പാടി കൊടുക്കുക, കേട്ട് വളരുന്ന, അതായത് വചനം. ഇതിനു മുമ്പ് വന്ന ഒരു കണ്ടസ്റ്റന്റ് പറഞ്ഞിട്ടുണ്ട്, രാത്രികളിൽ അച്ഛൻ നേരം വെളുക്കുമ്പോഴും രാത്രികളിലൊക്കെ അച്ഛൻ ബൈബിൾ വായിക്കുന്നത് കേട്ടാണ് ഉറങ്ങാറ്. ബൈബിൾ വായിക്കുന്ന കേട്ടാണ് രാവിലെ ഉണരുന്നത്. അതൊക്കെ അവരുടെ ജീവിതത്തെ ഒത്തിരിയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അടുത്തു വരുന്ന ആള് കുഞ്ഞുവാവയെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് എല്ലാവരും, അല്ലേ? ആ അനുഗ്രഹത്തിൽ പിറന്നു വീഴാൻ വളരെ ഭാഗ്യം ചെയ്ത കുഞ്ഞുങ്ങൾ. പോകാം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കാനാൻ ദേശം സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ ഷൈജു മാത്യുവിനുള്ള രണ്ടാമത്തെ ചോദ്യം. തോബിത്തിന്റെ പുസ്തകത്തിൽ പറയുന്നതനുസരിച്ച് ഇസ്രായേലിലെ സകല ഗോത്രങ്ങളും ബലിയർപ്പിക്കേണ്ടത് എവിടെയാണ്? തോബിത്തിന്റെ പുസ്തകത്തിൽ പറയുന്നതനുസരിച്ച് ഇസ്രായേലിലെ സകല ഗോത്രങ്ങളും ബലിയർപ്പിക്കേണ്ടത് എവിടെയാണ്? ഇസ്രായേലിലെ സകല ഗോത്രങ്ങളും ബലിയർപ്പിക്കേണ്ടത് എവിടെയാണ്? ബൈബിളിൽ നോക്കണം. യുവർ ടൈം. തോബിത്തിന്റെ പുസ്തകത്തിൽ പറയുന്നതനുസരിച്ച് ഇസ്രായേലിലെ സകല ഗോത്രങ്ങളും ബലിയർപ്പിക്കേണ്ടത് എവിടെയാണ്? രണ്ട് സെക്കൻഡുകൾ കൂടിയുണ്ട്. ടൈം ഔട്ട്. അപ്പോൾ ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. ജെറുസലേമിൽ, അതാണ് റൈറ്റ് ആൻസർ. ഇസ്രായേലിലെ സകല ഗോത്രങ്ങളും ബലിയർപ്പിക്കേണ്ടത് ജെറുസലേമിലാണെന്നാണ് തോബിത്തിന്റെ പുസ്തകത്തിൽ പറയുന്നത്. എവിടെയാണ് നോക്കിയത് ആക്ച്വലി? 1-ാമത്തെ അധ്യായത്തില്. 1-ാമത്തെ അധ്യായം ഒന്നുകൂടെ എടുക്കാമോ? ഒന്ന് 4 വായിച്ചു നോക്കൂ. സ്വദേശമായ ഇസ്രായേലിൽ ഞാൻ താമസിച്ച ചെറുപ്പകാലത്ത് തന്നെ എന്റെ പൂർവ്വപിതാവായ നഫ്താലിയുടെ ഗോത്രം മുഴുവൻ ജെറുസലേം ഭവനത്തെ പരിത്യജിച്ചു. ഇസ്രായേൽ എല്ലാ ഗോത്രങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് ജെറുസലേമാണല്ലോ. സകല ഗോത്രങ്ങളും ബലിയർപ്പിക്കേണ്ടത് അവിടെയാണ്. സ്പീഡിലാണ് വായിച്ചു പോയതല്ലേ? അവിടെ വായിച്ചു പോയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു.
ഞാൻ ആ ഭാഗം നോക്കി, ഞാൻ പെട്ടെന്ന് ആമുഖം നോക്കി. 1-ാം അധ്യായത്തില് 4-ാമത്തെ വാക്യമാണ്. അല്പം തിരക്ക് കൂടി പോയോ എന്ന് സംശയം. എനിഹൗ വെച്ചോളൂ, കുഴപ്പമില്ല. ഇനിയും ചോദ്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുൻപ് എന്തെങ്കിലും, കുറച്ചു മുമ്പ് പറഞ്ഞു ചേട്ടന്റെ മരണം, അതിനോടനുബന്ധിച്ച് വന്നിരിക്കുന്ന ദൈവാനുഭവങ്ങൾ, വേറെ എന്തെങ്കിലും? ഞാന് ജീസസിലൂടെയാണ് ഈ ഒരു ആത്മീയത്തിൽ കടന്നു വന്നത്. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ബൈബിള് വചനങ്ങൾ പഠിക്കാനുള്ള ഒരു ആഗ്രഹം എന്റെ ഉള്ളിലുണ്ടായിരുന്നു. ഞാൻ വചനങ്ങൾ പഠിക്കാറുണ്ട്. അപ്പോ കഴിഞ്ഞ 2014 സമയങ്ങളില് തൃശ്ശൂർ അതിരൂപതയിൽ ഒരു മത്സരം ഉണ്ടായിരുന്നു. ബൈബിൾ കാണാതെ പഠിക്കുക, കാണാതെ പറയുക. ഒരു 20 അധ്യായങ്ങൾ കാണാതെ പഠിച്ച് കാണാതെ തെറ്റാതെ പറയുക എന്നുള്ളൊരു മത്സരം. 20 അധ്യായങ്ങൾ കാണാതെ പഠിച്ച് കാണാതെ പറയാ തെറ്റാതെ. അപ്പൊ അതില് ഞാൻ ഇങ്ങനെ വചനം പഠിക്കുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ പങ്കെടുത്തു. അങ്ങനെ ഞാൻ അതിൽ പങ്കെടുത്ത് എനിക്ക് അതിൽ 1ാം സമ്മാനം കിട്ടി. 1ാം സമ്മാനം കിട്ടി. ഓക്കെ. 1ാം സമ്മാനം വിശുദ്ധനാട് കാണാൻ പോകലായിരുന്നു. ഓക്കെ. ഞാൻ വിശുദ്ധനാട് കാണാൻ പോയിണ്ടായിരുന്നു പ്രാവശ്യം. അപ്പൊ ഓൾറെഡി അവിടെ പോയിരിക്കുന്നു, കണ്ടുണ്ട്. ഓക്കെ. അപ്പൊ വീണ്ടും ഒന്നുകൂടെ കാണാനുള്ള ആഗ്രഹം. അതാണ് കാനാൻ ദേശം സീസൺ 2. അതെ. ഓക്കെ. ഈ 20 അധ്യായം പഠിച്ച അത് കംപ്ലീറ്റ് ആൻസർ ചെയ്തോ, അതോ 20 അധ്യായവും കാണാതെ പറഞ്ഞു? ആദ്യത്തെ 20 അധ്യായങ്ങളും കാണാതെ പറയണം. കാണാതെ പറഞ്ഞു. ഏത് അധ്യായങ്ങളാണത്? അത് പഴയ നിയമത്തിൽ നിന്ന് ഒരു 5 അധ്യായങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ പുതിയ നിയമത്തിൽ നിന്ന് ഒരു ബാക്കിയുള്ള 15 അധ്യായം. പഴയ നിയമത്തിൽ ഏത് അധ്യായമാണെന്ന് ഓർമ്മയുണ്ടോ? അതില് സാമുവേലിന്റെ പുസ്തകത്തിൽ നിന്ന് 2 സാമുവേൽ 7-ാം അധ്യായം. ഈ വംശാവലികളോ പേരുകളോ അങ്ങനെയൊക്കെ ഉള്ളതാണ്? അതില് വംശാവലി ഇല്ല. അതിൽ നാഥാന്റെ പ്രവചനം എന്ന് പറഞ്ഞൊരു ഭാഗമായിരുന്നു അതിലുണ്ടായിരുന്നത്. പിന്നെ പുതിയ നിയമത്തില് മത്തായിയുടെ സുവിശേഷത്തിലെ വംശാവലി, അങ്ങനെ ഉള്ള അധ്യായങ്ങളിൽ ലൂക്കായുടെ സുവിശേഷത്തിലെ വംശാവലി. അപ്പൊ വെറുതെ അല്ല അവള് ഇത്രയും കൂളായിട്ട് വചനങ്ങൾ പറഞ്ഞത് അല്ലേ? അതിന്റെ കാതൽ ഇവിടെയാണ്, ഇവിടെ നിന്നുള്ള തുടക്കമാണ്. തീർച്ചയായിട്ടും അവരിപ്പോ ഓരോ ദിവസവും ഓരോ വചനങ്ങൾ പഠിക്കുന്നുണ്ട് കുട്ടികളെല്ലാം. നല്ല ട്രെയിനിങ് ആണ്. സ്കൂളിൽ എങ്ങനെയാണ് അവര്? കുഴപ്പമില്ല, നന്നായിട്ട് പഠിക്കും. നിർബന്ധിക്കണം മാത്രം അല്ല, അത് ഓഫ്കോഴ്സ് എല്ലാ കുട്ടികളും അങ്ങനെയാണ്, പക്ഷെ നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കാനാൻ ദേശം സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ ഷൈജു മാത്യുവിനുള്ള 3-ാമത്തെ ചോദ്യം. കോറിന്തോസിലെ സഭയ്ക്കുള്ള 2-ാമത്തെ ലേഖനം എഴുതാൻ വിശുദ്ധ പൗലോസിനെ സഹായിച്ചത് ആരാണ്? കോറിന്തോസിലെ സഭയ്ക്കുള്ള 2-ാമത്തെ ലേഖനം എഴുതാൻ വിശുദ്ധ പൗലോസിനെ സഹായിച്ചത് ആരാണ്? അതും ബൈബിൾ നോക്കണം. ലൈഫ് ലൈൻ. കൊറിന്തോസിലെ സഭയ്ക്കുള്ള 2-ാമത്തെ ലേഖനം എഴുതാൻ വിശുദ്ധ പൗലോസിനെ സഹായിച്ചത് ആരാണ്? സെക്കൻഡ്. കൊറിന്തോസിലെ സഭയ്ക്കുള്ള 2-ാമത്തെ ലേഖനം എഴുതാൻ വിശുദ്ധ പൗലോസിനെ സഹായിച്ചത് ഷജു, സോറി, ടൈം ഔട്ട്. നോക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. തിമോത്തേയോസ് കണ്ടിരുന്നോ എവിടെയെങ്കിലും? തീത്തോസ് എന്നാണ് കണ്ടത്. എന്നിട്ട് അതുപോലും പറഞ്ഞില്ല. അപ്പോഴേക്ക് സമയം കഴിഞ്ഞു. 2 കോറിന്തോസ് 1:1
ഞാൻ ആമുഖത്തിൽ മാത്രം നോക്കിയുള്ളൂ. ആമുഖം ഓടിച്ചു വായിക്കാനും അത് കഴിഞ്ഞിട്ട് ഒന്നാമത്തെ അധ്യായത്തിലേക്ക് വരാനും ഒക്കെ സമയമുണ്ടായിരുന്നു. വായിച്ചേ. ദൈവ തിരുമനസ്സാൽ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പൗലോസും സഹോദരൻ തിമോത്തിയോസും കൊറിന്തോസിലുള്ള ദൈവത്തിന്റെ സഭയ്ക്കും അക്കായിലെങ്ങുമുള്ള വിശുദ്ധർക്കും എഴുതുന്നത്. തിമോത്തിയോസ് അതിലുണ്ട് അല്ലേ? വെച്ചോളൂ. അപ്പോൾ 3 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഗോൾഡൻ റൗണ്ടിൽ. 4ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. റെഡിയല്ലേ? റെഡിയാണ്. കാനാൻ ദേശം സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ ഷൈജു മാത്യുവിനുള്ള 4ാമത്തെ ചോദ്യം. ഇസ്രായേൽ ജനത്തിന്റെ എത്ര വർഷത്തെ ചരിത്രമാണ് സംഖ്യാപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഇസ്രായേൽ ജനത്തിന്റെ എത്ര വർഷത്തെ ചരിത്രമാണ് സംഖ്യാപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്? എത്ര വർഷത്തെ ആയിരിക്കും? മനസ്സിലുണ്ടെങ്കിൽ പറഞ്ഞു നോക്കാം. ലൈഫ് ലൈൻ എടുക്കാം. ലൈഫ് ലൈൻ ആലോചിച്ചാലും കിട്ടില്ല എന്നൊരു തോന്നൽ. തീർച്ചയായും ഇസ്രായേൽ ജനത്തിന്റെ എത്ര വർഷത്തെ ചരിത്രമാണ് സംഖ്യാപുസ്തകത്തിൽ രേഖപ്പെടുത്തി? 40 വർഷത്തെ ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. 40 വർഷത്തെ റൈറ്റ് ആൻസർ. നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. ഇനിയുമാണ് ഏറ്റവും വിലയേറിയ ചോദ്യങ്ങൾ മുമ്പിലുള്ള അടുത്ത റൗണ്ടിലേക്ക് നമ്മൾ കടക്കുന്നത്. പ്രതീക്ഷയോടെ ഇരിക്കാം. അതിനു മുമ്പ് ഗോൾഡൻ റൗണ്ടിലെ സ്കോർ അറിയാം. പോയിന്റ് ബാങ്കിൽ ഷാലറ്റിനോട് ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്. കാനാൻ ദേശം സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ ഷൈജു മാത്യുവിനുള്ള പോയിന്റ്സ്. ഫോർ ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ലൈഫ് ലൈൻ ഉപയോഗിച്ചിരുന്നു, സോ 5 points. സെക്കൻഡ് ക്വസ്റ്റ്യന് നോ പോയിന്റ്സ് ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ അഗെയിൻ നോ പോയിന്റ്സ്. സോ മത്സരത്തിന്റെ നിയമപ്രകാരം അടുത്തടുത്ത 2 ആൻസേഴ്സ് തെറ്റിപ്പോവുകയാണെങ്കിൽ 10 points മൈനസ് ആവുന്നതാണ്. സോ 10 points മൈനസ് ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ദി ഗോൾഡൻ ക്വസ്റ്റ്യന് അഗെയിൻ 5 points. And total ഷൈജു മാത്യുവിന് ഗോൾഡൻ റൗണ്ടിൽ നോ പോയിന്റ്സ് ആൻഡ് സിൽവർ റൗണ്ടിൽ 10 points. ഇതുവരെയുള്ള ഷൈജു മാത്യുവിന്റെ പോയിന്റ് നില 10 points. ഓക്കെ ഷൈജു, ആദ്യത്തെ 2 റൗണ്ടുകൾ ഇതേപോലെ നിരാശയുള്ള മുഖത്തോടെ ഇരുന്ന കണ്ടസ്റ്റന്റുകൾ ഇതിനു മുമ്പും ഈ സീറ്റിൽ ഇരുന്നിട്ടുണ്ട് എന്റെ മുമ്പിൽ. പക്ഷേ ലാസ്റ്റ് റൗണ്ട് വളരെയധികം സ്കോർ ചെയ്യാൻ സാധ്യതകളുള്ള റൗണ്ടാണ്. പോകാം അതിലേക്ക്. കാനാൻ ദേശം സീസൺ 2 ബൈബിൾ റിയാലിറ്റി ഷോയിൽ ദ 3rd റൗണ്ട്, ഡയമണ്ട് റൗണ്ട്. ഷൈജു, ഡയമണ്ട് റൗണ്ടിലും 4 ചോദ്യങ്ങളാണ്. പക്ഷേ ഈ റൗണ്ടിനെ മറ്റ് 2 റൗണ്ടുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഷൈജുവിന്റെ ഒരു തീരുമാനമായി. കൂടെ വന്നിരിക്കുന്ന കമ്പാനിയൻസിന്റെ സഹായം തേടിക്കൊണ്ട് ആൻസർ ചെയ്യാം ഈ 4 ചോദ്യങ്ങൾക്കും. അങ്ങനെയാണെങ്കിൽ ഓരോ ചോദ്യത്തിനും 10 points ആണ് ലഭിക്കുക. മറിച്ച് ആദ്യമേ തന്നെ ഈ ചോദ്യം ഡയറക്റ്റായിട്ട് ഞാൻ ഫേസ് ചെയ്യാം എന്ന് ഷൈജു എടുക്കുന്ന തീരുമാനത്തിൽ ഇത് ഡയമണ്ട് റൗണ്ടായി മാറും. അങ്ങനെയെങ്കിൽ ആദ്യത്തെ ചോദ്യത്തിന് 20 points, രണ്ടാമത്തെ ചോദ്യത്തിന് 40 points, മൂന്നാമത്തെ ചോദ്യത്തിന് 80, നാലാമത്തെ ചോദ്യത്തിന് 160. അങ്ങനെ ടോട്ടൽ 300 points ഈ ഒറ്റ റൗണ്ടിൽ കരസ്ഥമാക്കാം. അങ്ങനെയാണ് ഈ ഡയമണ്ട് റൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഷൈജുവിന് തീരുമാനിക്കാം. ഡയറക്റ്റ് പോകുന്നോ അതോ കൂടെ വന്നിരിക്കുന്നു? നേരിട്ട്. ഓക്കെ, പോകാം ആദ്യത്തെ ചോദ്യത്തിലേക്ക്. കാനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ ഷൈജു മാത്യുവിനുള്ള ആദ്യത്തെ ചോദ്യം. മഹാരാജാവിന്റെ നഗരം എന്ന് യേശു വിശേഷിപ്പിക്കുന്നത് ഏത് നഗരത്തെയാണ്? മഹാരാജാവിന്റെ നഗരം എന്ന് യേശു വിശേഷിപ്പിക്കുന്നത്
ഏത് നഗരത്തെയാണ്? ആലോചിച്ച് ആൻസർ ചെയ്യാം. പറഞ്ഞോളൂ. മത്തായിയുടെ സുവിശേഷത്തിലാണ് ഈ ഭാഗം. ഏതായിരിക്കാം? ജെറുസലേം. ചോദിക്കട്ടെ. കമ്പ്യൂട്ടർ പ്ലീസ്. ജെറുസലേം റൈറ്റ് ആൻസർ. ലാസ്റ്റ് മൊമെന്റിലാണ് ആൻസർ കിട്ടിയത്. പേര് ഞാൻ നിലവയാണെന്ന് വിചാരിച്ചു. പിന്നെ ജെറുസലേം എന്തായാലും ഇസ്രായേലിന് മൊത്തത്തിലുള്ളതാണല്ലോ. പ്രാർത്ഥിച്ചിട്ട് ജെറുസലേം എന്നങ്ങ് അലക്കി അല്ലേ? ആദ്യത്തെ ചോദ്യം വിജയകരമായി കഴിഞ്ഞിരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ സ്വർണത്തിനെ പറ്റി പറയുന്ന ഒരു ഭാഗമുണ്ട്, ഒരു നാട്. ആ പേരൊന്ന് പറയാൻ പറ്റുമോ? ഹവില. സ്വർണത്തിന്റെ നാട്. സ്വർണ്ണപ്പണിക്കാരനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഒരു ചോദ്യം കൂടി. ഒരുപക്ഷെ ഇത് കാണുന്ന സ്ത്രീ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടല്ല, മറിച്ച് പുരുഷ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് ഈ ചോദ്യം. ഈ 916 ഗോൾഡ് എന്നൊക്കെ പറഞ്ഞാൽ അവർ ചിലപ്പം സ്ത്രീകൾ വിചാരിക്കും ഇതുപോലും അറിയില്ലേ. പക്ഷെ ഞാൻ ചോദിക്കുന്നത് പുരുഷന്മാർക്ക് വേണ്ടിയിട്ടാണ്. എന്താണ് 916 ഗോൾഡ്? എപ്പോഴും പരസ്യങ്ങളിൽ കാണാം നമുക്ക്. അതായത് സ്വർണത്തിന്റെ അളവ്, അതായത് തങ്കത്തിന്റെ അളവ് ഒരു ആഭരണത്തിൽ എന്തുമാത്രം ഉണ്ട് എന്നുള്ളതാണ് 916. 100% പ്യൂറായിട്ടുള്ള അവസ്ഥയാണ് തങ്കം. തങ്കത്തിൽ ചേരുന്ന ചെമ്പിനനുസരിച്ചാണ് അതിന്റെ മാറ്റം കുറയുക. ചെമ്പ് എത്രത്തോളം ചേരുന്നു അതിനനുസരിച്ച്. അതില് നമുക്ക് നിശ്ചിതമായുള്ളൊരു അവസ്ഥ വെച്ചിട്ടുള്ളത് 916 അതായത് 100% തങ്കമുണ്ടെങ്കിൽ 91.6 തങ്കവും ബാക്കിയുള്ള 8.4 ചെമ്പും അടങ്ങിയതാണ് 916 സ്വർണം. അതിൽ ചെമ്പിന്റെ അളവ് കൂടുന്തോറും 916 നിന്നും താഴേക്ക് സ്വർണത്തിന്റെ ക്വാളിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. ഈ ചെമ്പ് ചേർക്കണം എന്നുള്ളതിന് എന്താ നിർബന്ധം? ചെമ്പ് തങ്കം എപ്പോഴും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അതിന് അല്പമെങ്കിലും ദൃഢത ഉണ്ടാകണമെങ്കിൽ അതിൽ ചെമ്പ് ചേർക്കണം. ഏറ്റവും ലിമിറ്റഡ് ആയിട്ട് ചേർക്കാവുന്നതാണ് ഈ 9.6. ഓക്കെ. അതിൽ കൂടുതലും ചേരുമ്പോൾ അതിന്റെ ക്വാളിറ്റി നന്നായി കുറഞ്ഞു വരും. പക്ഷെ ഇത് അളക്കാനുള്ള 916 നോക്കാനുള്ള മെഷീനുകൾ എന്നൊക്കെ പറഞ്ഞ് പല ജുവലേഴ്സിലും വെച്ചിരിക്കുന്നതൊക്കെ ആക്യുറേറ്റ് ആണ്. അത് ആക്യുറേറ്റ് ആയിരിക്കും. ഇപ്പോ ഒട്ടുമിക്ക കടകളിലും 916 സ്വർണം മാത്രമേ ഉള്ളൂ. ബാക്കി അതിന് താഴെയുള്ള കുറവുള്ള ആഭരണങ്ങൾ അധികം ഉപയോഗിക്കുന്നില്ല പല കടകളിലും. എല്ലായിടത്തും 916 സ്റ്റാൻഡേർഡൈസ്ഡ് ആയി കഴിഞ്ഞു. ഓക്കെ. ഷൈജു കൊടുക്കുന്നതെല്ലാം 916 സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്യുന്നുള്ളൂ. ഓക്കെ. വീട്ടിൽ തന്നെയാണ് അതിന്റെ? വീടിന്റെ മുകളിലെ ഒരു മുറിയിലാണ് ചെയ്യുന്നത്. ഓക്കെ. 4 പണിക്കാരുണ്ട്. അങ്ങനെ ചെയ്യുന്നു. ഓക്കെ. ബിസിനസ് വളർന്നു വരട്ടെ. താങ്ക് യു. പ്രാർത്ഥനയോടെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ ഷൈജു മാത്യുവിനുള്ള രണ്ടാമത്തെ ചോദ്യം. കൃഷി ചെയ്യുമ്പോൾ മണ്ണ് നിനക്ക് ഫലം തരികയില്ല. നീ ഭൂമിയിൽ അലഞ്ഞു തിരിയുന്നവനായിരിക്കും. ദൈവം ആരെയാണ് ഇങ്ങനെ ശപിച്ചത്? കൃഷി ചെയ്യുമ്പോൾ മണ്ണ് നിനക്ക് ഫലം തരികയില്ല. നീ ഭൂമിയിൽ അലഞ്ഞു തിരിയുന്നവനായിരിക്കും. ദൈവം ആരെയാണ് ഇങ്ങനെ ശപിച്ചത്? കായനെ. ഉറപ്പാണോ? ചോദിക്കട്ടെ. കമ്പ്യൂട്ടർ പ്ലീസ്. കായനെ റൈറ്റ് ആൻസർ. ഉൽപ്പത്തി 4:12 ഭാഗം പറയുന്നു. കുഞ്ഞുനാളിലൊക്കെ ബൈബിൾ വായിക്കുമ്പോൾ നമ്മളെ ഒത്തിരി വേദനിപ്പിക്കുന്ന ഒരു ഭാഗമാണ് കായന്റെയും ആബേലിന്റെയും കഥ. പ്രത്യേകിച്ച് ചെറുപ്പത്തില് കുഞ്ഞുങ്ങൾ കേൾക്കും. ഇപ്പൊ നമുക്ക് ലോകത്ത് എങ്ങോട്ട് നോക്കിയാലും ഒരു പേപ്പർ എടുത്ത് വായിച്ചു നോക്കിയാൽ സ്ഥിരം
നമുക്കൊരു ന്യൂസ് കാണാൻ പറ്റും, സഹോദരൻ സഹോദരനെ കൊന്നതും, അച്ഛൻ മകനെ കൊന്നതും, മകൻ അച്ഛനെ കൊല്ലുന്നതും, അല്ലേ? പക്ഷെ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഇതൊക്കെ വളരെ പുറത്തേക്ക് ഒന്നുകിൽ പത്രത്തിലൂടെ നമ്മൾ അറിയാത്തതാവാം. ഇന്ന് പത്രം എടുക്കുമ്പോൾ ഇത് മാത്രമേ കാണാനുള്ളൂ. അന്ന് ഈ കഥ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. ആബേലിനെ ഓർക്കുമ്പോൾ. കായനെ നമുക്കിഷ്ടമാണ്, പക്ഷെ ഇത് കേൾക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയോ എവിടെയൊക്കെയോ ഒരു ഫീലിംഗ് ഉണ്ടായ ഒരു ഭാഗമാണ് ഈ കായൻ, ആബേൽ, ആദ്യത്തെ കൊലപാതകം. അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ലേ? കുട്ടികളോട് പറയുമ്പോൾ അവര് കുറച്ചുകൂടെ കുഞ്ഞുങ്ങളാകുമ്പോൾ അവർക്ക് ഇതൊരു ഒരു പേടി പോലെയും കൂടെ കാണും ആ ഒരു സിറ്റുവേഷൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ഒരു മനസ്സിൽ നമുക്ക് പതിഞ്ഞു നിൽക്കുന്ന ചില സന്ദർഭങ്ങൾ. അപ്പോൾ 2 ചോദ്യങ്ങൾ ഡയമണ്ട് റൗണ്ടിൽ കഴിഞ്ഞിരിക്കുന്നു. ഇതേ സ്പീഡിൽ അടുത്ത ചോദ്യത്തിലേക്ക് കടന്നാലോ? പോകാം. റെഡിയല്ലേ? റെഡിയാണ്. കനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ ഷൈജു മാത്യുവിനുള്ള 3ാമത്തെ ചോദ്യം. ലാസറിന്റെ സഹോദരിയായ മറിയം യേശുവിന്റെ പാദങ്ങളിൽ പൂശിയത് ഏത് തരം സുഗന്ധ തൈലമാണ്? ലാസറിന്റെ സഹോദരിയായ മറിയം യേശുവിന്റെ പാദങ്ങളിൽ പൂശിയത് ഏത് തരം സുഗന്ധ തൈലമാണ്? യോഹന്നാൻ സുവിശേഷത്തിലാണ് പറയുന്നത്. ഏത് തൈലമായി? മേൽത്തരം സുഗന്ധതൈലം. മേൽത്തരം സുഗന്ധതൈലം. അതിനൊരു പേര് പറയുന്നത് ആലോചിച്ചു കിട്ടും. ഏത് തൈലമാണ്? സോറി ഷൈജു, ടൈം ഔട്ട്. നമുക്ക് കൂടെ വന്നിരിക്കുന്ന അമ്മയ്ക്കോ ഭാര്യയ്ക്കോ ഭാര്യയുടെ അമ്മയ്ക്കോ ആർക്കെങ്കിലും അറിയാമെന്ന് നോക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിന്റെ ആൻസർ അറിയാമോ? നാർദിൻ സുഗന്ധതൈലം. നാർദിൻ സുഗന്ധതൈലം എവിടെയെങ്കിലും കേട്ടതായിട്ട് തോന്നുന്നുണ്ടോ? അതായിരിക്കുമോ? ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഉറപ്പില്ല. ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. നാർദിൻ തൈലം റൈറ്റ് ആൻസർ. അമ്മച്ചി പറഞ്ഞത് കറക്റ്റ് ആണ്. ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ട്. വിലയേറിയ തൈലം എന്ന് പറയുന്നുണ്ടെങ്കിലും അതിന്റെ പേര് പറയുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ചു, യോഹന്നാൻ 12:3 നാർദിൻ തൈലം. അപ്പോൾ 3 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഡയമണ്ട് റൗണ്ടിൽ. ഇനി ഒരേ ഒരു ചോദ്യം മാത്രം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് കാനാൻ ദേശം സീസൺ 2 കാണാറുണ്ട്? എങ്ങനെയാണത് സ്വാധീനിച്ചിരിക്കുന്നത് ഷൈജുവിനെ? ഞാന് വചനം പഠിക്കാൻ ഞാൻ അല്പം ആഗ്രഹമുള്ള മനുഷ്യനാണ്. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഒരു വചനത്തിന്റെ മത്സരത്തിൽ പങ്കെടുക്കാമെന്ന് കരുതി. സമ്മാനം കിട്ടണമെന്നുള്ള വലിയൊരു ആഗ്രഹമൊന്നും ഉണ്ടായിട്ടല്ല വന്നത്. പിന്നെ എന്റെ ഒരു സുഹൃത്താണ് എന്നെ ഇതിലേക്ക് ഡൈവേർട്ട് ചെയ്തതും. അദ്ദേഹമാണ് ആദ്യം ഇതിലേക്ക് ഫോൺ വിളിച്ച് ആൻസർ പറഞ്ഞ് ഇത് ചെയ്തത്. പിന്നെ അദ്ദേഹം എന്റെ ഫോൺ നമ്പർ കൊടുത്തു. പിന്നെയാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. ഓക്കെ. അപ്പോ പക്ഷെ പങ്കെടുക്കാന്നുള്ളതായപ്പോ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും വചനമാണല്ലോ, ബൈബിളൊന്ന് പഠിക്കാം, ആ ഒരു ആഗ്രഹത്തോടെയാണ് കാനദേശത്തേക്ക് വന്നത്. ബൈബിൾ അങ്ങനെയെങ്കിലൊക്കെ ഒന്ന് വായിച്ച് ഫുള്ളെത്തിക്കാലോ എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഓക്കെ. സുഹൃത്തിന് അദ്ദേഹത്തെ കഴിഞ്ഞ വിശ്വാസം ഷൈജുവിനെ ആയിരുന്നു, അല്ലേ? കാരണം ബൈബിള് മുൻപ് പഠിച്ച് അധ്യായങ്ങൾ കാണാതെ. അത് ഏത് അധ്യായമാണ്? അത് മത്തായിലും യോഹന്നാനിലേക്കുള്ള അധ്യായങ്ങൾ ഉണ്ടായിരുന്നു അതിലൊന്ന് പഠിക്കാനായിട്ട്. ഈ മത്തായിയുടെ സുവിശേഷം എവിടെ ഏത് അധ്യായമാണ്? മത്തായിയുടെ അതിൽ 1-ാം അധ്യായം വംശാവലിയെ പറ്റി പറയുന്നത്. ആ വംശാവലിയെ പറ്റി ഒരു കുറച്ച് ഭാഗം ഇപ്പൊ ഓർമ്മിക്കാൻ പറ്റുമോ? പറയാം. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം യേശുവിന്റെ വംശാവലിയെ പറ്റിയാണ് പറയുന്നത്. അവിടെ പ്രകാരമാണ് പറയുന്നത്: അബ്രാഹത്തിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രൻ യേശു ക്രിസ്തുവിന്റെ വംശാവലി ഗ്രന്ഥം. അബ്രാഹാം ഇസഹാക്കിന്റെ പിതാവായിരുന്നു. ഇസഹാക്ക് യാക്കോബിന്റെയും യാക്കോബ് യൂദായുടെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു.
സാമാറിൽ ജനിച്ച പേരസിന്റെയും സേറായുടെയും പിതാവായിരുന്നു യൂദ. പേരസ് ഹെസ്രോന്റെയും, ഹെസ്രോൻ ആരാമിന്റെയും പിതാവായിരുന്നു. ആരാം അമിനാദാബിന്റെയും, അമിനാദാബ് നക്ഷോന്റെയും, നക്ഷോൻ സൽമോന്റെയും പിതാവായിരുന്നു. സൽമോൻ റാഹാബിൽ ജനിച്ച ബോവാസിന്റെയും, ബോവാസ് റൂത്തിൽ ജനിച്ച ഓബദിന്റെയും, ഓബദ് ജസ്സയുടെയും, ജസ്സെ ദാവീദ് രാജാവിന്റെയും പിതാവായിരുന്നു. ദാവീദ് ഊരിയായുടെ ഭാര്യയിൽ ജനിച്ച സോളമന്റെ പിതാവായിരുന്നു. സോളമൻ റഹോബോവാമിന്റെയും, റഹോബോവാം അബിയായുടെയും, അബിയ ആസായുടെയും പിതാവായിരുന്നു. ആസ യോസാഫത്തിന്റെയും, യോസാഫത്ത് യോറാമിന്റെയും, യോറാം ഓസിയായുടെയും, ഓസിയ ആഹാസിന്റെയും, ആഹാസ് ഹെസക്കിയായുടെയും, ഹെസക്കിയ മനാസയുടെയും, മനാസെ ആമോസിന്റെയും, ആമോസ് ജോസിയായുടെയും പിതാവായിരുന്നു. ബാബിലോൺ പ്രവാസകാലത്ത് ജനിച്ച യാക്കോണിയായുടെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു ജോസിയ. യാക്കോണിയ ബാബിലോൺ പ്രവാസത്തിന് ശേഷം ജനിച്ച സലാത്തിയലിന്റെയും, സലാത്തിയൽ സെറുബാബിലിന്റെയും പിതാവായിരുന്നു. സെറുബാബേൽ അബിയൂദിന്റെയും, അബിയൂദ് ഏലിയാക്കിമിന്റെയും, ഏലിയാക്കിം ആസോറിന്റെയും, ആസോർ സാദോക്കിന്റെയും, സാദോക്ക് അക്കീമിന്റെയും, അക്കീം ഏലിയൂദിന്റെയും, ഏലിയൂദ് ഏലിയാസറിന്റെയും, ഏലിയാസർ മദാന്റെയും, മദാൻ യാക്കോബിന്റെയും പിതാവായിരുന്നു. യാക്കോബ് മറിയത്തിന്റെ ഭർത്താവായ ജോസഫിന്റെ പിതാവായിരുന്നു. അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു. ഇത് മതി. ഇനി ഇതുകൊണ്ടാണ് ഷൈജുവിന്റെ സുഹൃത്ത് ഷൈജുവിനെ ഈ സീറ്റിലേക്ക് സജസ്റ്റ് ചെയ്തത്. അമേസിംഗ്. ഇതെങ്ങനെ ഫീൽ ചെയ്യുന്നത്? ഇങ്ങനെ ഞാൻ ഇത് പഠിക്കാനായിട്ട് ഇങ്ങനൊരു ഇത് വന്നപ്പോ ഞാൻ എല്ലാ ദിവസവും ആരാധനയ്ക്ക് പോയിരിക്കും. ദിവ്യകാരുണ്യ ആരാധനയുടെ മുൻപിൽ പോയിരുന്നിട്ടാണ് ഞാൻ ഇതൊക്കെ പഠിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഇതൊക്കെ പറയാൻ പറ്റുമെന്നുള്ള കണക്കൂട്ടലിലായിരുന്നില്ല പഠിച്ചു തുടങ്ങിയത്. പക്ഷെ പഠിച്ചു തുടങ്ങിയപ്പോ എനിക്കതൊരു ആവേശമായി. ഒരു അധ്യായം പഠിക്കും, പിന്നെ ഞാൻ ബൈക്കുമൊക്കെ യാത്ര ചെയ്യുമ്പോ ഉറക്കാനും ഞാൻ ഇത് പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കും വണ്ടിയും ഇരുന്നിട്ട്. അങ്ങനെ അത് ഓരോ അധ്യായങ്ങളും അങ്ങനെ പഠിച്ച് 20 അധ്യായം. ഇതിപ്പം ഫ്ലുവന്റ് ആയിട്ട് വരികയാണ്. ഒന്ന് ആലോചിച്ച് പറയുന്നത് പോലെ തോന്നുന്നില്ല. അടുത്ത ആള് അതിങ്ങനെ ഫ്ലുവന്റ് ആയിട്ട് വന്നോണ്ടിരിക്കുകയാണ്. ഒരു ഹാർഡ് വർക്ക് ഉണ്ട് അതിന്റെ പിറകിൽ. പക്ഷേ ഉറപ്പായിട്ടും ദൈവത്തിന്റെ ഒരു അനുഗ്രഹം ഇല്ലാതെ ഇങ്ങനെ ഒരു ഇത്രയും ഫ്ലുവന്റ് ആയിട്ട് ഒരു പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. അത് എന്റെ കഴിവുകൾക്ക് അപ്പുറത്ത് ഞാൻ എപ്പോഴും മനസ്സിലാക്കാറുള്ളത് ദൈവം. അതുകൊണ്ട് തന്നെ ഈ വചനം പഠിച്ചു തുടങ്ങിയപ്പോൾ തന്നെ എന്റെ ജീവിതത്തിലും വളരെ മാറ്റങ്ങൾ ഉണ്ടായി. അതുകൊണ്ടാണ് ഞാൻ മത്സരത്തിലും പങ്കെടുക്കാൻ കാരണം. അതായത് ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ദൈവം ഒത്തിരി അനുഗ്രഹങ്ങൾ എന്റെ ജീവിതത്തിൽ തന്നു. എല്ലാ വിധത്തിലും ഞാൻ വചനം ഏറ്റു പറയും. അങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ ധാരാളം ദൈവകൃപകളും സാമ്പത്തികമായിട്ടായാലും ഭൗതികമായ നേട്ടങ്ങളിലും ദൈവം ഒത്തിരി അനുഗ്രഹിച്ചു. അതുകൊണ്ട് വചനം ഞാൻ ഇന്നും പഠിക്കാറുണ്ട്. കനാൻ ദേശം കാണാൻ അതിയായി ആഗ്രഹിച്ചിരുന്നോ? തീർച്ചയായിട്ടും ഈ ഒരു ഇതിൽ പങ്കെടുക്കുന്ന ഒരു ആഗ്രഹം അദ്ദേഹം പറഞ്ഞപ്പോ പിന്നെ ഭയങ്കര ആഗ്രഹമായിരുന്നു. 1 വർഷം മുന്നിലാണ് ഇതിന്റെ ഒരു ഓഡീഷനിൽ ഞാൻ പങ്കെടുത്തത്. പിന്നെ ഞാൻ കരുതി അതൊക്കെ കടന്നുപോയിട്ടുണ്ടാവും എന്നതാണ് വിചാരിച്ചിരുന്നത്. പിന്നെ കഴിഞ്ഞ മാസം വിളിച്ചപ്പോഴാണ് വീണ്ടും ഇൻവിറ്റേഷൻ ഉണ്ട് എന്ന് തിരിച്ചറിയാൻ പറ്റിയത്. വൺസ് അഗൈൻ ഹാർട്ടി കൺഗ്രാറ്റ്സ്. താങ്ക് യു. തീർച്ചയായിട്ടും വളരെ നല്ല ഒരു അതിനെന്താ പറയാ, പെർഫോമൻസ് എന്നാണോ പറയാ, എനിക്കറിയില്ല. ഞാനത് ഓഡിയൻസിന് വിടുകയാണ്. പോകാം, അടുത്ത ചോദ്യം പോകാം. റെഡി? കനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ ഷൈജു മാത്യുവിനുള്ള 4ാമത്തെ ചോദ്യം. എലീഷ പ്രവാചകൻ വെള്ളത്തിൽ വീണുപോയ കോടാലി പൊക്കിയെടുക്കുന്ന അത്ഭുതം പ്രവർത്തിച്ചത് ഏത് നദിയിൽ വെച്ചാണ്? എലീഷ പ്രവാചകൻ വെള്ളത്തിൽ വീണുപോയ കോടാലി പൊക്കിയെടുക്കുന്ന അത്ഭുതം പ്രവർത്തിച്ചത് ഏത് നദിയിൽ വെച്ചാണ്? ഡയമണ്ട് റൗണ്ടിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ എപ്പിസോഡിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ബൈബിളിൽ നമ്മൾ ഒത്തിരി കേൾക്കുന്ന ഒരു നദിയാണ്. പറഞ്ഞോളൂ. ജോർദാൻ നദി. ജോർദാൻ നദി. ചോദിക്കട്ടെ. കമ്പ്യൂട്ടർ പ്ലീസ്. ജോർദാൻ നദിയിൽ വെച്ച് റൈറ്റ് ആൻസർ. ഫൈനൽ ക്വസ്റ്റ്യൻ ഡയമണ്ട് റൗണ്ടിൽ. 2 രാജാക്കന്മാർ 6-7 ഭാഗത്തിലാണ് ഇത് പറയുന്നത്. പ്രവാചക ഗണം എലീഷയോട് പറയുന്നു, അങ്ങയുടെ സംരക്ഷണത്തിൽ ഞങ്ങൾ താമസിക്കുന്ന ഈ സ്ഥലം പരിമിതമാണ്. അതുകൊണ്ട് നമുക്ക് ജോർദാനിൽ പോയി 2 മരങ്ങൾ വെട്ടി ഒരു കൂടാരം പണിയാം. അദ്ദേഹം സമ്മതിക്കുന്നു. അവർ പറഞ്ഞു അങ്ങും കൂടെ വരണം എന്ന് പറയുകയും മരം വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവരിൽ ഒരാളുടെ കോടാലി ഊരി ജോർദാൻ നദിയിൽ പതിക്കുകയാണ്.
അപ്പൊ അവർ പറയുന്നു, അയ്യോ അത് ഞങ്ങൾ കടം മേടിച്ച കോടാലിയാണ് എന്ന് പറയുന്നു. അപ്പോൾ പ്രവാചകൻ പറയുന്നു, എവിടെയാണ് അത് പോയതെന്ന് ചോദിച്ചിട്ട് അദ്ദേഹം ഒരു മരക്കഷ്ണം അങ്ങോട്ട് എറിയുകയാണ്. അപ്പോൾ ഇരുമ്പ് പൊങ്ങി വരികയും അങ്ങനെയാണ് ആ കഥ. വളരെ രസകരമായ ഒരു ഭാഗമാണത്. അതാണ് അതിൽ പറയുന്നത്. അങ്ങനെ 4 ചോദ്യങ്ങളും ഡയമണ്ട് റൗണ്ടിൽ പൂർത്തിയായിരിക്കുന്നു. ഫൈനൽ സ്കോറിലേക്ക് പോകാം. ഷാലറ്റിനോട് ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്. കനാൻഡേഷൻ സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ ഷൈജു മാത്യുവിന് ലഭിച്ചിരിക്കുന്ന പോയിന്റ്സ്. ഫോർ ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ 20 points, second question 40 points, and third question no points. The last question, that is the diamond question, is 20 points. And diamond roundil ഷൈജു മാത്യുവിന് ലഭിച്ചിരിക്കുന്ന total points 80 points. Silver roundil 10 points, and golden roundil no points. And total ഷൈജു മാത്യുവിന് ലഭിക്കുന്ന grand total is 90 points. 90 points out of 400. ആദ്യത്തെ 2 റൗണ്ടുകളും വളരെ പുറകോട്ടായിരുന്നെങ്കിലും ഫൈനൽ റൗണ്ടിൽ നന്നായിട്ട് ചെയ്തു. അതിലുപരി ഷൈജു എന്താണെന്ന് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുത്തു. ഷൈജുവിന്റെ അനുഭവങ്ങൾ, നല്ല ഒരു കുടുംബം, ഈ കുഞ്ഞു കുരുന്നുകൾ, വരാനിരിക്കുന്ന കുട്ടി, എല്ലാവർക്കും കനാൻ ദേശം സീസൺ 2 ആശംസകൾ, പ്രാർത്ഥനകൾ. വളരെയധികം സന്തോഷം ഇവിടെ വന്നതിൽ. ആ സന്തോഷത്തോടെ ഞങ്ങൾ തരുന്ന ഒരു മെമന്റോയും സർട്ടിഫിക്കറ്റുമുണ്ട്. പ്ലീസ്. താങ്ക് യു. മരത്താക്കരയിൽ നിന്നും വന്ന ഷൈജു മാത്യുവുമായുള്ള കനാൻ ദേശം സീസൺ 2 ഈ എപ്പിസോഡ് ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്തയാഴ്ച പുതിയ മത്സരാർത്ഥിയുമായി ഞങ്ങൾ എത്തുന്നതാണ്. അതുവരെ ഗുഡ് ബൈ. അറിവാണ് സമൃദ്ധി, ബൈബിളാണ് അറിവ്. ഞാനിപ്പോ ഇന്ന് ഈ ഗോൾഡൻ സീറ്റിൽ വന്നിരിക്കുന്നത് ഏറ്റവും വലിയൊരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നി. കുടുംബം ദൈവത്തിൻ പൂങ്കാവനം, മക്കൾ ദൈവത്തിൻ സ്നേഹദാനം. കനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ ടെസി ലോയ്ക്കുള്ള ആദ്യത്തെ ചോദ്യം. അഹറോൻ മരിക്കുന്നതിന് മുമ്പായി അഹറോന്റെ വസ്ത്രം ഊരി ആരെ ധരിപ്പിക്കാനാണ് ദൈവം മോശയോട് പറഞ്ഞത്? എലയാസർ. നല്ല കോൺഫിഡന്റ് ആയിട്ടാണ് പറയേണ്ടത്. ഉറപ്പാണ്? ചോദിക്കട്ടെ? കമ്പ്യൂട്ടർ പ്ലീസ്.